ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മയുടെ വീടാണ്. രുക്മിണിയും കൂട്ടരും രാജുവിന്റെ രതികയുടെ വിവാഹം മുടക്കാനായി നടക്കുന്നതും രാജുവിന്റെയും രമ്യയുടെ വിവാഹം നടക്കാനായി ഉത്സാഹിക്കുന്നതും ഒക്കെ തന്നെ പ്രതാപനോട് തുറന്നു പറയുകയാണ് ശേഖരൻ. ഞാൻ രുക്മിണിയെ വിളിച്ച് സംസാരിക്കാമെന്ന് പ്രതാപൻ പറയുമ്പോൾ വേണ്ടെന്നും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ പറ്റുമെങ്കിൽ നാളെ തന്നെ രാജുവിന്റെ രതികയുടെ വിവാഹം നമുക്ക് നടത്തണമെന്ന് ശേഖരൻ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് പ്രതാപൻ. പിന്നീട് കാണിക്കുന്നത് ഋതികയും സരസ്വതി തമ്പുരാട്ടിയുമാണ്. രാജുവും ഞാനുമുള്ള ആ കള്ളവിവാഹത്തിന്റെ കാര്യം പറയണമെന്നാണല്ലോ മീരാൻറ്റി എനിക്ക് കത്തെഴുതി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യുക? എന്താണെങ്കിലും അമ്മമ്മയോടെല്ലാം തുറന്നു പറയാമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഋതിക. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഋതിക അമ്മാമ്മയോട് തുറന്നു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ്. രാജു അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്റെ രാജു, കാര്യങ്ങളൊക്കെ ഇത്രയ സ്ഥിതിക്ക് നിനക്ക് നേരത്തെ തന്നെ എന്റെ മോളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടിക്കൂടായിരുന്നോ എന്ന് സരസ്വതി ചോദിക്കുമ്പോൾ രാജു മേഡം എന്ന് പറയുകയാണ്. ഇനി മേലാൽ നീ എന്നെ മേഡം എന്ന് വിളിക്കരുത്. ഋതിക മോളെന്നെ അമ്മാമ്മ എന്നാ വിളിക്കുന്നത്. നീയും അങ്ങനെ തന്നെ വിളിച്ചാൽ മതിയെന്ന് സരസ്വതി തമ്പുരാട്ടി പറയുമ്പോൾ ഇത് കേൾക്കുന്ന രാജുവിനും ഋതികയ്ക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും അകത്തേക്ക് കയറുന്നതാണ്. തുടർന്ന് പ്രതാപൻ പറയുകയാണ്, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മളെല്ലാവരും തീരുമാനിച്ച പ്രകാരം രാജുവിന്റെ ഋതികയുടെ വിവാഹം നാളെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മുഹൂർത്തം മുഹൂർത്തം 10:30-നും 10:45-നും ഇടയ്ക്കാണെന്ന് തമ്പുരാട്ടി പ്രതാപനോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജു. എന്നാ പിന്നെ രാജു വീട്ടിലേക്ക് പോയിക്കോ. നാളത്തെ കാര്യങ്ങൾക്കെല്ലാം വീട്ടിലും രാജുവിന്റെ ആവശ്യമുണ്ടാകുമെന്ന് വർമ്മ പറയുമ്പോൾ രാജു അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാജുവിനെ നോക്കിക്കൊണ്ട് അംബിക ദീപകിനോട് പറയുകയാണ്, നാളെ എന്താണെങ്കിലും ഈ വിവാഹം നടക്കാനേ പോകുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ? നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീടാണ്. മുഹൂർത്തം നോക്കാനായി ജോത്സരെ വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല രാധമേ, ഞാനൊരു മുഹൂർത്തം കുറിച്ചു തന്നതല്ലേ, ഇപ്പോ വീണ്ടും എന്താണെന്ന് ജോത്സ്യൻ ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, അത് പിന്നെ തിരുമേനി, ചെറുക്കന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിക്കാനായി കിടക്കുകയാണേ. അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾക്കൊരു മുഹൂർത്തം വേണം. നാളെ നല്ല മുഹൂർത്തമൊന്നുമില്ലല്ലോ. മംഗളകാര്യങ്ങൾ നടത്താൻ പറ്റിയ ഒരു ദിവസവുമല്ല നാളെ എന്നൊക്കെ ജോത്സ്യൻ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലേ, എങ്ങനെയെങ്കിലും ഒരു മുഹൂർത്തം കുറിച്ചു തരാനും ജയൻ പറയുന്നു. 5 മിനിറ്റ് മാത്രമേ മുഹൂർത്തമുള്ളെന്നും 11-നും 15:05-നും ഇടയ്ക്കാണെന്നും ജോത്സ്യൻ പറയുന്നു. അങ്ങനെ ആ മുഹൂർത്തം കുറിക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ്. രാജു വേണുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വേണു പറയുകയാണ്, ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. രമ്യയായിട്ടുള്ള നിന്റെ വിവാഹത്തിന് മുഹൂർത്തം കുറിപ്പിച്ചിരിക്കുന്നത് നാളെയാണ്. സാധാരണ അച്ഛന്മാരെ പോലെ ഞാനും ഒരു കാളവണ്ടി മാത്രമായിരുന്നെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അച്ഛാ, ഞാനിപ്പോ എന്താ വേണ്ടതെന്ന് രാജു ചോദിക്കുമ്പോ എന്താ വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതിയെന്നും നിന്നെ ഒന്നിനും നിർബന്ധിക്കാൻ ഞാൻ ഇനി വരില്ലെന്നും വേണു പറയുന്നു. നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് മാത്രം നീ ചെയ്താൽ മതി. കാരണം മുന്നോട്ടുള്ള ജീവിതം നിന്റെ മാത്രമാണ്. നീ രമ്യയുടെ കഴുത്തിലാണ് താലി കെട്ടുന്നതെങ്കിൽ നീ താലി കെട്ടുന്നത് കൂടാതെ അവര് നിന്നെയും കൂടി കെട്ടുകയാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അവരിട്ട് പൂട്ടുന്ന ചങ്ങലയിൽ കിടന്ന് നീ വല്ലാതെ തന്നെ വിയർപ്പ് മുട്ടും. പക്ഷേ മറ്റേത് അങ്ങനെയല്ല. ആ കുട്ടിയുടെ കഴുത്തിൽ നീ ഒരു താലി കെട്ടിയാൽ പവിത്രമായ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കമായിരിക്കും അത്. എന്തുകൊണ്ടും നിന്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് വേണു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാധമ്മയാണ്. രാധമ്മ രാജുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മോനെ, അമ്മയ്ക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ അച്ഛനിപ്പോ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. കാരണം ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നെന്നാണ് അദ്ദേഹം കരുതുന്നത്. തുടർന്ന് തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം രാജുവിന്റെ മുന്നിൽ തുറന്നു പറയുകയാണ് രാധമ്മ. മോനെ, നാളെ നിന്റെ കല്യാണമാണ്. നീ രമ്യയെ തന്നെ വിവാഹം കഴിക്കണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഉറപ്പായും ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകില്ലെന്ന് രാധമ്മ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജുവും വേണുവും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.